എല്ലാവർക്കും നമസ്കാരം. ഞാൻ വരുൺ. വീൽസ് ആൻഡ് സ്പിൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും വലിയൊരു നന്ദി. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമൊക്കെ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വെറും നന്ദി മാത്രം പറഞ്ഞിട്ട് അത് നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് കൂടുതൽ മറ്റൊരു വീഡിയോയിൽ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടിയുള്ളത് ഒരു 2022 മോഡൽ കിയ സെൽട്ടോസാണ്. അപ്പോൾ അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ചേച്ചിയുടെ വണ്ടി എടുത്തിട്ട് വരികയായിരുന്നു. അപ്പോൾ ചേച്ചിയുണ്ട്, നമുക്ക് കാറിനെ കുറിച്ച് കൂടുതൽ പറയാം. അപ്പം എല്ലാം വഴിയെ പറയാം. ആദ്യം തന്നെ കാറിൻ്റെ എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയാം. ഇതാണ് കാർ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങളെല്ലാവരും ഇത് ഓൾറെഡി റോഡിൽ കണ്ടിട്ടുണ്ടാവും. ഇതൊരു 2022 മോഡൽ കാറാണ്. അപ്പോൾ കാണുമ്പോൾ ബോണറ്റൊക്കെ അത്യാവശ്യം നല്ല മസ്കുലറായിട്ടുള്ളൊരു ബോണറ്റാണ്. ഒരു ചെറിയൊരു കേവി ആയിട്ടുള്ളൊരു പോർഷനൊക്കെ ഇവിടെ കാണാം. കിയയുടെ ഒരു ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ക്രോമിയം ഫിനിഷസ് കൊടുത്തുകൊണ്ട് നല്ലൊരു പ്രീമിയംനെസ് ഈ കാറിൽ കാണാനുണ്ട്. ഇതാണ് നമ്മുടെ കാറിൻ്റെ ഹെഡ്ലൈറ്റ്. ഇത് നമ്മുടെ നോർമൽ ഹെഡ്ലൈറ്റ് ഇവിടെ കത്തും. ഇത് ഹൈ ബീമിൻ്റെ ആണ്. ഇവിടെയാണ് ഡേ ടൈം റണ്ണിങ് ലാമ്പ് വരുന്നത്. ഇൻഡിക്കേറ്റർ ഇവിടെ കാണാൻ പറ്റും. അതിന് തൊട്ട് താഴെയായിട്ടൊരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ നമ്മുടെ ഫോഗ് ലാമ്പ് കാണാം. അത് വെർട്ടിക്കലിയാണ് പൊസിഷൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു സിൽവർ ഫിനിഷിങ് കാണാം. അത്യാവശ്യം നല്ലൊരു പ്രീമിയംനെസ് ഉണ്ട് ഫ്രണ്ട് കാണുന്ന സമയത്ത്. എവിടെയോ ഒരു ലെക്സസിൻ്റെ ഒക്കെ ഒരു മയം എവിടെയൊക്കെ വന്ന് പോകുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഗ്രില്ല് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഗ്രില്ലാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്പർ പ്ലേറ്റും അതിൻ്റെ താഴെയായിട്ട് ഒരു എയർ ഡാമും കാണാം. അതിൻ്റെ താഴെ ഒരു ചെറിയൊരു സിൽവർ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. സൈഡിലോട്ട് വരികയാണെങ്കിൽ ഒരു 18 ഇഞ്ചിൻ്റെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വീല് നിങ്ങൾക്ക് കാണാം. വീലാർച്ച് ഒരു മാറ്റ് ഫിനിഷാണ്. അതിൻ്റെ ചെറിയൊരു പോരായ്മയൊക്കെ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് പറയാം. ഇവിടെ ബോഡി കളേർഡ് ആയിട്ടുള്ളൊരു മിററാണ്. അതിൽ ഇൻഡിക്കേറ്ററും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് നമ്മുടെ വിൻഡോൻ്റെ താഴെക്കൂടെയൊക്കെ ഒരുപാട് സിൽവർ ലൈൻസ് പാസ് ചെയ്യുന്ന കാണാം. അത് ബാക്കിൽ പോയി എൻഡ് ആവുന്നുണ്ട്. നമ്മുടെ ഡോർ ഹാൻഡിലും സിൽവറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ഒരു ഗാർണിഷും നിങ്ങൾക്ക് കാണാം. അതും സിൽവറാണ്. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സിൽവർ എലമെൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു പ്രീമിയംനെസ് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ബാക്കിലോട്ട് വരികയാണെങ്കിൽ സാധാരണ സെൽട്ടോസിൽ കണ്ടുവന്ന പോലെയുള്ളൊരു ബ്രേക്ക് ലൈറ്റ് തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിനകത്തുള്ള ഒരു ഡിസൈനൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് രാത്രി കാലങ്ങളിലൊക്കെ ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു സിൽവർ പോർഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് എൻഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ നടുക്കായിട്ട് കിയയുടെ ഒരു ബാഡ്ജിങ് കാണാം. അത് നല്ലൊരു ഭംഗിയുണ്ട്. ഇവിടേക്കൊരു ഫേക്ക് ഡിഫ്യൂസറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ചെറിയൊരു സിൽവർ ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നിന്ന് അത്യാവശ്യം ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട്. സെൽട്ടോസിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വിൻഡോ ഏരിയ ഉണ്ട്. ഇവിടെ ഒരു ടോപ്പ് മൗണ്ടഡ് സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു വൈപ്പറും കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പുറമേയുള്ള കാര്യങ്ങൾ. നമുക്കൊന്ന് ബൂട്ട് സ്പേസ് നോക്കാം. അതിന് മുന്നേ ഇവിടെയായിട്ട് ഇതിൻ്റെ ഒരു ക്യാമറയുണ്ട് റിവേഴ്സിൻ്റെ. നമുക്കിതിൻ്റെ ട്രങ്ക് സ്പേസ് ഒന്ന് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ട്രങ്ക് സ്പേസാണ് ഈ കാറിന് കൊടുത്തുള്ളത്. ഇതങ്ങ് അടച്ചേക്കാം. പിന്നെ ഇതിൻ്റെ ബാക്കിലുള്ള റോയുടെ ഒരു സ്പേസും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് റോ വരുന്നത്. ഡോർ പാഡ്സൊക്കെ പറയുകയാണെങ്കിൽ ഡുവൽ ടോണാണ്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല അടിപൊളി ഒരു സിൽവർ ഫിനിഷും ഇവിടെ ഒരു ലെതറിൻ്റെ ഫിനിഷും കാണാം. ഇവിടെ സ്പീക്കേഴ്സിൻ്റെ ഒരു ഡയമണ്ട് കട്ട്സ് കാണാം. ഇവിടെ ബോട്ടിലിൻ്റെ ഹോൾഡർ കാണാം. ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ നല്ല വൈറ്റാണ് ബീജാണെന്ന് മനസ്സിലാവാത്തൊരു നല്ലൊരു ലെതർ ഫിനിഷുള്ള സീറ്റ് കാണാം. നടുക്കായിട്ട് ഒരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ കപ്പ് ഹോൾഡേഴ്സും കാണാം. സെൻട്രൽ ടണൽ വളരെ ചെറുതാണ്. അതുകൊണ്ട് 3 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്കിൽ വന്നിട്ടുള്ള ഒരു സ്പേസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കിയയുടെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫ്ലാറ്റ് ബോട്ടമാണ് സ്റ്റിയറിംഗ് വീൽ. സെൽട്ടോസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സിൽവർ ഫിനിഷ് കാണുന്ന സമയത്ത് ഒരു AMGയിലൊക്കെ കയറി ഇരുന്ന് കഴിയുമ്പോൾ കാണുന്ന പോലുള്ളൊരു ഫീലിംഗ് കിട്ടും. അതായത് നല്ല പ്രീമിയംനെസ് ഈ കാറിനകത്ത് കയറിയിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ കൺട്രോൾ സ്വിച്ചസ് കാണാം. ഇത് കംപ്ലീറ്റ് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനിൻ്റെ കൺട്രോൾ സ്വിച്ചസ് ആണ്. ഇവിടെ നമ്മുടെ ക്രൂസ് കൺട്രോളിൻ്റെ കൺട്രോൾ സ്വിച്ചസ് ആണ്. ഇവിടെയാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഇത് നമ്മുടെ ടാക്കോമീറ്റർ, ഇത് നമ്മുടെ സ്പീഡോമീറ്റർ. ഒരു ചെറിയൊരു ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനും അവിടെ കാണാം. ഒരുപാട് പിയാനോ ബ്ലാക്ക് ഫിനിഷും കുറേ സിൽവർ എലമെൻ്റൊക്കെ കൊണ്ടുവന്നിട്ട്
നല്ലൊരു പ്രീമിയം ഫീൽ ഈ കാറിനകത്ത് കയറുന്ന സമയത്ത് നമുക്ക് കിട്ടും. സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ AC വെൻറ്റ് കാണാം. അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ ട്രാക്ഷൻ്റെ സ്വിച്ച്, അതുപോലെ ലൈറ്റിൻ്റെ കൺട്രോൾ സ്വിച്ചസും കാണാം. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് കാണാം. ഇതും ഒരു ഡുവൽ ടോൺ, ഒരു കളർ ടോണാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിലോട്ട് വരികയാണെങ്കിൽ ഡോർ പാഡ്സും ഡുവൽ ടോണാണ്. ഇവിടെ ഒരു ലെതർ ഫിനിഷ് കാണാം. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാണാം. ഇവിടെ ഒരു സിൽവർ ഫിനിഷ് കാണാം. ഇതൊക്കെ നല്ല ഒരു പ്രീമിയം ഫീൽ വരുന്നുണ്ട്. ഇവിടെ ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വലിയൊരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു ബോട്ടിൽ ഹോൾഡർ നിങ്ങൾക്ക് കാണാം. അപ്പോൾ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ ചെയ്യുന്ന ഒരു ലെതർ ഫിനിഷൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഡാഷ്ബോർഡ് കാണാം. ഡാഷ്ബോർഡിൻ്റെ സെൻട്രലായിട്ടൊരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. നടുക്ക് നിറഞ്ഞു നിൽക്കുകയാണ് ആ സ്പീക്കർ. സെൻറ്ററിൽ നമ്മുടെ വലിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ കോമ്പസ്, നാവിഗേഷൻ പോലുള്ള കാര്യങ്ങൾ ഓണായിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാണാം. അതിൻ്റെ താഴെ AC-യുടെ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നടുക്കായിട്ട് ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് AC-യുടെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ AC-യുടെ കൺട്രോൾ സ്വിച്ചസ് കാണാം. ഇവിടെ ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തണുപ്പ് കൂട്ടാനും കുറയ്ക്കാനുള്ളൊരു സ്വിച്ചാണ്. ഇവിടെ ഒരു ചെറിയൊരു എലമെൻറ്റ് കൊടുത്തിട്ട് ഇത് കാണുന്ന സമയത്ത് നമ്മുടെ പോർഷെ കെയിനിലൊക്കെ, പഴയ കെയിനിലൊക്കെ ഉള്ളതുപോലുള്ളൊരു ഡിസൈനായിട്ട് തോന്നുന്നു. ഒരുപാട് സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്. ഇവിടെ ഒരു വലിയൊരു സ്റ്റോറേജ് സ്പേസാണ്. ഇവിടെ വീണ്ടും ഒരു സ്റ്റോറേജ് സ്പേസ് കാണാൻ പറ്റും. അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് 12 വോൾട്ട് ചാർജിങ് പോർട്ട് കാണാം. ഒരു USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കാറിൻ്റെ ഗിയർ ലിവർ. ഇതൊരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന കാറാണ്. അതിൻ്റെ ചുറ്റും ഒരു സിൽവർ ഫിനിഷ് കാണാം. അത് കിടക്കുന്ന ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ളൊരു പാട്ടിലാണ്. അങ്ങനെ മൊത്തം ഒരു പ്രീമിയം ഫീൽ ഏത് പാട്ട് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ 2 ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാർക്കിംഗ് ബ്രേക്കിൻ്റെ ലിവർ. ഇത് നമ്മുടെ ആംറെസ്റ്റാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അകം കാണാൻ വേണ്ടിയിട്ട്. ഇരിക്കുന്ന സമയത്തെ നമ്മൾ നല്ലൊരു ഒരു ലക്ഷറിയസ് ആയിട്ടുള്ളൊരു കാറിനകത്തിരിക്കുന്നൊരു ഫീല് നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് നമ്മുടെ മിററാണ്. ഇത് ഓട്ടോ ഡിമ്മിങ് ഫങ്ഷൻ ഈ മിററിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സൺറൂഫിൻ്റെ കൺട്രോൾ സ്വിച്ചസ് ആണ്. അപ്പോൾ സൺറൂഫ് കാര്യങ്ങളൊക്കെ നമുക്ക് വോയിസ് കമാൻഡ് വെച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ കാറിൽ വോയിസ് കമാൻഡ് വരുന്നുണ്ട്. നമുക്കതൊന്ന് ശ്രമിച്ചു നോക്കാം. പ്രസ് ചെയ്തു. Kia, I want to see the sky. Opening the sunroof. അപ്പോൾ നിങ്ങൾക്ക് കാണാം വോയിസ് കമാൻഡ് വെച്ചിട്ട് നമ്മൾ സൺറൂഫ് ഓപ്പൺ ചെയ്തു. നമുക്കന്ന് അടച്ചേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ കാറിലിരുന്നിട്ട് വെറുതെ ചുമ്മാ കാറിനോട് സംസാരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം. പാട്ട് അടുപ്പിക്കാം, പാട്ട് നിർത്തിപ്പിക്കാം, സൺറൂഫ് തുറപ്പിക്കാം, അടപ്പിക്കാം, അല്ലേ? അപ്പോൾ അതൊക്കെയാണ് ഈ കാറിൻ്റെ ഒരു എന്താണെന്ന് പറയുക, ഭയങ്കര ഒരു രസമാണ് ഈ കാറിലിരുന്നിട്ട് ഇത് ഓടിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഫീച്ചർ ഈ കാറിന് അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാറ് ഓടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ ഏച്ചോട് ചോദിച്ച് മനസ്സിലാക്കാം, അല്ല ചേച്ചി? പോവാം, വാ. അടിപൊളി ഗിയറാണ്. നമ്മൾ തൊട്ട് ഓടിക്കേ വേണ്ടു, അതിൻ്റെ സ്ഥലത്ത് പോയി വീഴും. സത്യം പറഞ്ഞാൽ ജിമ്നി ഓടിച്ചിട്ട് ഇത് ഓടിക്കുന്ന സമയത്ത് ഗിയർ വീഴുന്നതായിട്ട് പോലും ഫീൽ ആവുന്നില്ല. അത്രയും ഭയങ്കര ബട്ടർ സ്മൂത്ത് എന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ളൊരു ഗിയറാണ് ഈ കാറിന് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര രസമുണ്ട് ഓടിക്കാൻ വേണ്ടിയിട്ട്. ചേച്ചി, ഈ കാർ എടുക്കുന്ന സമയത്ത് വേറെ ഏതൊക്കെ കാറുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു? ഞങ്ങൾ ഇതിൻ്റെ ഒരു സിസ്റ്റർ കൺസേണായ എന്താണ് ക്രെറ്റ, അതിൻ്റെ ക്രെറ്റയെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് ഡ്രൈവിൽ കുറച്ചുകൂടി ഒരു കംഫർട്ട് തോന്നിയത് കിയ തന്നെയാണ്. പിന്നെ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആണ്. ആ ഒരു സമയത്ത് ഒരു അപ്കമിങ് ഒരു SUV കാറ്റഗറിയിലൊരു അപ്കമിങ് ആയിരുന്നു കിയ. കുറച്ചുകൂടി ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വെഹിക്കിളായിരുന്നു കിയ. ഓക്കെ. അപ്പോൾ ആ കാറുകൾ കൺസിഡർ ചെയ്ത സമയത്ത് ഈ കാറിലോട്ട് പോകാനുള്ള എന്ത് കാരണമാണ്? ഒരുപാട് റിവ്യൂസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പം ഒരു ഫേമസ് ഒരു കാർ റിവ്യൂവർ ഉണ്ട്, രേണുക, ഫ്രം നോർത്ത് ഇന്ത്യ. അപ്പം ആള് ഒരുപാട് കാർ റിവ്യൂ ചെയ്യുന്ന ഒരാളാണ്. അപ്പം വി ഗോ ടു നോ ദാറ്റ് ആള് പ്രിഫർ ചെയ്തതും വാങ്ങിച്ചതും കിയ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കാർ റിവ്യൂ ചെയ്യുന്ന ഒരാൾ അത് ഫൈനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സം ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഡിസിഷനിലേക്ക് വന്നു. ഓക്കെ. ഇതിന്റെ സർവീസ് കോസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട് ചേച്ചി? ഇപ്പൊ എത്ര സർവീസ് കഴിഞ്ഞു? സർവീസ് ഫസ്റ്റ് 3
ഫ്രീ സർവീസ് കഴിഞ്ഞു. അതിനുശേഷം നമ്മളൊരു പെയ്ഡ് സർവീസ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ഐ തിങ്ക് 15K നമ്മൾ ഓൾമോസ്റ്റ് ഒരു 15K ആ ഒരു പെയ്ഡ് സർവീസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചേഞ്ച് അതുപോലെ ഫിൽറ്റർ ചേഞ്ച് ഒക്കെയാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. വണ്ടി ഇപ്പോൾ മൊത്തം എത്ര കിലോമീറ്റർ ഓടിച്ചു? കിലോമീറ്റർ 15,266 കിലോമീറ്റർ നമുക്ക് അതിനകത്ത് കാണാൻ. 15,000 ഓടി അല്ലേ 2 വർഷത്തിൽ? ഓക്കെ. സസ്പെൻഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നമ്മൾ ലോങ് ഡ്രൈവിലൊക്കെ പോകുന്ന സമയത്ത് എങ്ങനെയുണ്ട്? ഞാൻ ഇതുവരെ നമ്മുടെ ഒരു റെയർ സീറ്റിൽ ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. പക്ഷെ ഇവിടെ ഒന്നും വളരെ കംഫർട്ടബിൾ ആണ്. നമുക്കിങ്ങനെ യാത്ര അറിയില്ല ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. ഇത് വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ കൂടുതലും ലോങ് ഡ്രൈവ്സ് പ്രിഫർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മോള് സാധാരണ അതിനകത്ത് ബാക്ക് സീറ്റിൽ ഉറങ്ങിയിട്ടൊക്കെയാണ് പോകുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ട് ലോങ്ങിലൊക്കെ അവള് നന്നായിട്ട് 1 സ്ട്രെച്ച് 8 hours ഒക്കെ ഉറങ്ങിയിട്ടൊക്കെ പോകുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആണെന്നല്ലേ നമുക്ക് അതിൽ തന്നെ. അതെ ഓടുന്ന സമയത്ത് തന്നെ ഭയങ്കര സ്മൂത്താണ് എഞ്ചിൻ. നമ്മൾ ഒരു ഒഴുക്കിലങ്ങ് പോകുന്നതല്ല. ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു മാനുവൽ വണ്ടിയുടെ ആ ഒരു ഷിഫ്റ്റിംഗ് പോലും അറിയുന്നില്ല. അത്രയും ഒരു രസമുണ്ട്. ഇതിൽ വരുന്നത് ഒരു 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 113 bhpയും 143 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ്. അപ്പോൾ അത് നമ്മൾ ഈ ആക്സലറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് തോന്നിയ മറ്റൊരു പ്രത്യേകത, നമുക്ക് ഇപ്പം വരുന്ന ഇതിനകത്ത് ഇരിക്കുമ്പോൾ തോന്നും ആ ഒരു ഔട്ട്സൈഡ് നോയ്സ് നമുക്ക് ഇതിനകത്ത് കിട്ടില്ല. നമ്മളൊരു ഷിപ്പിൽ അല്ലെങ്കിൽ ഒരു പ്ലെയിനിലൊക്കെ ഇരിക്കുന്ന ആ ഒരു ഫീലാണ്. ഔട്ട്സൈഡ് നോയ്സ് ഒരു ഡാമ്പിങ് ഫീൽ ഉണ്ട്. കറക്റ്റാണ്. നല്ലൊരു ഡാംഡ് ആയിട്ടേ പുറത്തുള്ള നോയ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡാംഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഫീൽ നമുക്ക് ഈ കാർ ഓടിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. സസ്പെൻഷനും അത്യാവശ്യം നല്ല അടിപൊളി സസ്പെൻഷനാണ്. ഇപ്പം റോഡിലുള്ള കുഴികളായിക്കോട്ടെ ഹമ്പായിക്കോട്ടെ അത് ചാടുന്ന സമയത്തൊക്കെ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. റോഡിലുള്ള മോശം കുഴികളും പോട്ട് ഹോൾസ് ഒക്കെ ഭയങ്കര നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു മോഡൽ അത്യാവശ്യം നല്ല ഒരു റോഡ് പ്രസൻസും ഉണ്ടല്ലേ? ഈ ഒരു LED-യും ആ ഒരു സെറ്റപ്പിലോട്ടൊക്കെ മാറിയതിനു ശേഷം അത്യാവശ്യം നല്ല പെട്ടെന്ന് കാണുന്ന സമയത്ത് നമ്മൾ ലെക്സസിലൊക്കെ കണ്ടുപോയ ഒരു മോഡൽസിന്റെ ഒക്കെ എവിടെയോ ഒക്കെ നമുക്ക് തോന്നിക്കുന്നുണ്ട്. മൈലേജ് എത്ര കിട്ടുന്നുണ്ട് ചേച്ചി? മൈലേജ് നമ്മളിപ്പോ ഒരു സിറ്റി ഡ്രൈവിൽ നോക്കിയപ്പോൾ ഒരു 13 ഒക്കെ ഒരു സിറ്റി ഡ്രൈവിൽ വരുന്നുണ്ട്. നമ്മുടെ ബാംഗ്ലൂർ ട്രാഫിക്കിൽ ഒരു 13 ഒക്കെ വരുന്നുണ്ട്. ലോങ് ഒക്കെ പോകുമ്പോൾ 14-15 ആ റേഞ്ചിൽ വരും. 14-15 ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു കാറും കൂടെ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയ വീണ്ടും സെൽറ്റോസ് എടുക്കുമോ അല്ല വേറെ? തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ അപ്ഗ്രേഡ് നെക്സ്റ്റ് വേർഷൻ നമ്മൾ തീർച്ചയായിട്ടും പ്രിഫർ ചെയ്യും. കിയ തന്നെയാണ് ഇപ്പൊ ഉള്ളതിൽ നമ്മൾ കിയ തീർച്ചയായിട്ടും പ്രിഫർ ചെയ്യും. നമ്മളിത് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ സൺറൂഫിന്റെ കാര്യം നമുക്കൊരു പെനോറമിക് സൺറൂഫ് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് ഇതിൽ കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിന്റെ ഫേസ് ലിഫ്റ്റിൽ പെനോറമിക് സൺറൂഫ് വന്നിട്ടുണ്ട്. അപ്പം ഫ്യൂച്ചറിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കിയയുടെ അടുത്ത നെക്സ്റ്റ് എൻഡിലോട്ട് പോകും. കിയയുടെ സർവീസ് ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട്? സർവീസ് സെന്റേഴ്സും അവരുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സോഫ വളരെ നല്ലതാണ്. ഇപ്പൊ നമുക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് അവർ തന്നെ ചെയ്യുന്നുണ്ട്. നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ തിരക്കാണ്, നമുക്കിപ്പോ വർക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോള് മതി. അവരുടെ ഒരു സ്റ്റാഫ് വന്ന് കാറ് കൊണ്ടുപോയി സർവീസ് ഒക്കെ ചെയ്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുതരും. അപ്പൊ ഇതുവരെ നല്ല സർവീസിനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ്. ഇത് രാത്രി കാലങ്ങളിൽ പോകുമ്പോൾ ഇതിന്റെ ലൈറ്റ്സ് ഒക്കെ എങ്ങനെയുണ്ട്? ഒരു അഡീഷണൽ ഫോഗ് ലാമ്പ് വെക്കേണ്ട ആവശ്യം അഡീഷണൽ ആയിട്ടുള്ളൊരു ലൈറ്റ് വെക്കേണ്ട ആവശ്യം വരുന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അല്ല ആ ഒരു ലൈറ്റ് സഫീഷ്യന്റ് ആണോ? ഈ ലൈറ്റ് സഫീഷ്യന്റ് ആണ്. നമുക്ക് ഫോഗ് ലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫോഗ് ലാമ്പ് ഒന്നും അങ്ങനെ അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. കാറിൽ ഇപ്പം ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം വോയിസ് കമാൻഡ് ആകട്ടെ, ഇതിൻ്റെ കോമ്പസ്, നമ്മുടെ കംഫേർട്ടും ഇതിൻ്റെ ഒരു സ്പേസും സസ്പെൻഷനും എൻജിൻ പെർഫോമൻസും ഒക്കെ പറഞ്ഞു. അപ്പം ഇഷ്ടപ്പെടാത്ത ഇല്ലെങ്കിൽ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ആദ്യം പറഞ്ഞ ഈ ഒരു പെനാറമിക് സൺറൂഫ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ എക്സ്പീരിയൻസ് ആയേനെ. അത് കൂടാതെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇതിന്റെ ഒരു ബാക്ക് ബമ്പർ അതൊരു മാറ്റ് ഫിനിഷ് ബ്ലാക്ക് ആണ്. അപ്പൊ ഇതിന്റെ ഒരു മെറ്റൽ കളറും ആ ഒരു പ്ലാസ്റ്റിക് കളറും തമ്മിൽ ഒരു
ഒരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് കുറച്ചും കൂടിയും ഒരു ഡൾ ആവുന്നുണ്ട്. ഓവർ ടൈം യൂസിൽ അത് ഡൾ ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മുടെ വെഹിക്കിളിൽ അതില്ല, നമ്മൾ കാണുന്നുണ്ട് പല പഴയ കിയ ഇതുപോലെ പാസ് ചെയ്ത് പോകുമ്പോൾ അത് നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട്, അതൊരു ഡൾ ആവുന്നുണ്ട്. അപ്പം അത് നമ്മളിങ്ങനെ റീപെയിന്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും ആ ഒരു സമയത്ത്. മനസ്സിലായി, ആ ഒരു മാറ്റ് ഫിനിഷ് ഓവർ ടൈം ഡൾ ആയി വരുന്നുണ്ടല്ലേ, അതൊരു ഗ്രേഷ് ആയിട്ട് അതൊരു ഫെയ്ഡ് ആയിട്ട് വരുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു അവരുടെ ഒരു പുതിയ ഒരു ഫേസ് ലിഫ്റ്റിൽ അത് അവർ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്, അത് അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് അവർ ഗ്ലോസിലോട്ട് മാറിയിരുന്നല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, മെറ്റലുമായിട്ട് അവരുടെ ഒരു മെറ്റൽ ബോഡി ഫിനിഷുമായിട്ട് കുറച്ചും കൂടി സിങ്ക് ആവുന്നുണ്ട്. ഓക്കെ, അതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കാര്യം? വേറെ ശരിക്കും പറഞ്ഞാൽ ഈ 2 വർഷത്തിൽ നമ്മൾ ഇതിന്റെ ഫീച്ചേഴ്സ് അങ്ങനെ കംപ്ലീറ്റ്ലി നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ആ ഒരു യൂഷ്വൽ ആ ഒരു ഡ്രൈവിംഗ് മോഡൽ പോകുന്നു എന്നല്ലാതെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിലുണ്ട്, അത് ഇതുവരെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഒരു ഓവറോൾ ഇപ്പോൾ ഒരു ഫാമിലി യൂസിന് വേണ്ടിയിട്ട് വാങ്ങിയൊരു കാറാണിത്. അപ്പോൾ ഒരു ഫാമിലി യൂസ് ചെയ്യുന്നത്, അതായത് ഒരുപാട് കസ്റ്റമൈസേഷൻ പരിപാടിയൊന്നും ചെയ്യാതെ ഒരുപാട് ഫീച്ചറിന്റെ പിന്നാലെ പോവാതെ ഒരു നോർമൽ ഒരു ഫാമിലി യൂസ് ചെയ്യുന്ന രീതിയിൽ കാറിൽ 100% ഹാപ്പിയാണോ? 100% ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ എടുത്തു പറയാനുള്ള കാര്യം കിയനെ കുറിച്ച് ഒന്ന് ഇതിൻ്റെ ഒരു ഡ്രൈവബിലിറ്റി ആണ്. നല്ല രസമാണ് ഓടിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഗിയേഴ്സ് ആയിക്കോട്ടെ ഭയങ്കര ബട്ടർ സ്മൂത്ത് ആണ്. പിന്നെ സ്റ്റിയറിംഗ് ഫീൽ ആയിക്കോട്ടെ ഭയങ്കര ഒരു 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 എന്താണെന്ന് പറയുക ഒഴുക്കുള്ളൊരു സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ ഓവറോൾ ഒരു എന്താണെന്ന് പറയുക ഒരു ലക്ഷറി വാഹനം ഓടിക്കുന്നത് പോലുള്ളൊരു ഫീൽ തന്നെയുണ്ട്. അത്യാവശ്യം നല്ലൊരു പവർ ഔട്ട്പുട്ടും നമുക്ക് കാറിന് തരുന്നുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡാമ്പിങ് നന്നായിട്ട് കാറിനകത്ത് അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അതായത് പുറമേയുള്ള സൗണ്ടൊന്നും അധികം ഉള്ളിലോട്ട് വരുന്നില്ല. എൻജിൻ സൗണ്ട് ആയാൽ പോലും വളരെ മിനിമലാണ് ഉള്ളിലോട്ട് കയറി വരുന്നത്. നമ്മൾ ഇതിന്റെ ഫുള്ളി ഓട്ടോമാറ്റിക് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇതിന്റെ സൗണ്ട് സിസ്റ്റം, അതായത് ബോസിന്റെ സൗണ്ട് സിസ്റ്റം ആണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഏത് സൗണ്ട് സിസ്റ്റം വന്നിട്ടുള്ളത്? ഇത് STX അല്ലേ? HDX. അതായത് ഇത് എവിടെയാണ് മിഡ് ഓപ്ഷൻ ആണ് വേരിയന്റ് ആണ് എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ഫുള്ളി ഓട്ടോമാറ്റിക് പ്രിഫർ ചെയ്യുന്നില്ല. ഇപ്പോൾ സിറ്റി ഡ്രൈവില് ഓഫ് കോഴ്സ് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. പക്ഷേ നമ്മൾ കൂടുതൽ ലോങ് ഡ്രൈവിനാണ് ഞങ്ങൾ ഈ കിയ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരു അഡീഷണൽ വെഹിക്കിൾ ഉള്ളതുകൊണ്ട് സിറ്റി ഡ്രൈവിന് അത് യൂസ് ചെയ്ത് ഇത് ലോങ്ങിലാണ് പോകുന്നത്. ലോങ്ങിൽ നമ്മൾ ഓൾവേസ് ഒരു മാനുവൽ ഗിയർ സിസ്റ്റം നമുക്ക് കുറച്ചും കൂടി ഒരു ഡ്രൈവിംഗ് അല്ലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ഒരു മാനുവൽ നമ്മുടെ ഗിയർ സിസ്റ്റം ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മാനുവൽ ട്രാൻസ്മിഷൻ എടുത്തിട്ടുള്ളത്. പക്ഷേ നിങ്ങളിപ്പോ ഫുള്ളി ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ബോസിന്റെ ഈ പറയുന്ന മ്യൂസിക് സിസ്റ്റം ഒക്കെ ബെറ്റർ ആയിട്ടുള്ള നെക്സ്റ്റ് ലെവൽ ഫീച്ചേഴ്സ് നമുക്ക് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും ഇതിനകത്ത്. ഇപ്പം STX എന്ന് പറഞ്ഞ മോഡൽ എടുക്കുന്ന സമയത്ത് എത്ര വന്നു ഓൺ റോഡ് പ്രൈസ്? ഐ തിങ്ക് നോട്ട് വെരി ഷുവർ 18.5 ആ ഒരു റേഞ്ചിലാണ്. ഞങ്ങൾ ഇതിൽ PPF കൂടെ ചെയ്തിട്ടുണ്ട്. PPF കോട്ടിംഗ് കൂടെ ചെയ്ത് എല്ലാം ഒരു ഓൺ റോഡ് ഒരു 19 ആ റേഞ്ചിൽ 19 lakhs ആയല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ കിയ സെൽറ്റോസ് 2022ൻ്റെ ഒരു യൂസർ റിവ്യൂ. അപ്പോൾ കിയ 2022 STX മോഡലാണിത്, അതായത് ഒരു മിഡ് ഓപ്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഇരിക്കുന്ന സമയത്ത് കിട്ടിയൊരു ഫീലിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. അടിപൊളി ഒരു എൻജിനാണ്. ബട്ടർ സ്മൂത്ത് ആയിട്ടുള്ളൊരു മാനുവൽ ട്രാൻസ്മിഷനാണ് വന്നിട്ടുള്ളത്. സിറ്റി മൈലേജ് എന്ന് പറഞ്ഞൊരു 13 km/ലിറ്റർ കിട്ടും. നിങ്ങൾക്ക് ഹൈവേ മൈലേജ് എന്ന് പറഞ്ഞൊരു 14 to 15 പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു നല്ല ഒരു 5 ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. 3 പേർക്കൊക്കെ കംഫർട്ടബിളായിട്ട് ബാക്കിലിരിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കാറാണിത്. അപ്പോൾ ഈ ഒരു കാർ, അതായത് ഇതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻസൊക്കെ വന്നു. അപ്പോൾ ഈ ഒരു കാറ് നോക്കുന്നവർക്ക്, അതായത് യൂസ്ഡ് കാർ മാർക്കറ്റിലൊക്കെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ മെല്ലെ മെല്ലെ വീണ്ടും കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമുക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി മാത്രം പറഞ്ഞിട്ട് നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. അപ്പോൾ ചേച്ചി ഇന്ന് ഈ കുറച്ച് സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ വളരെയധികം നന്ദി. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വലിയൊരു നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. വേറൊരു കാര്യം ഞാൻ എൻ്റെ പല വീഡിയോയിലും പറയാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം.
അപ്പോൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ വളരെയധികം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.